നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ്. ഇത്തവണത്തെ വീഡിയോ ന്യൂസ് ചാനലുകളെക്കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, മലയാളത്തിൽ നിരവധി ന്യൂസ് ചാനൽ ഉള്ളപ്പോഴാണ് മറ്റൊരു ന്യൂസ് ചാനൽ ഇന്നു മുതൽ മിഴി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് മലയാളം 24x7. അവരുടെ ഹൈലൈറ്റ് തലക്കെട്ട് തന്നെ സത്യം പറയട്ടെ. തീർച്ചയായിട്ടും സത്യം പറയുന്ന ഒരു ചാനലാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്തരമൊരു ചാനൽ മലയാളത്തിൽ ന്യൂസ് ചാനലുകൾ നിരവധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, പറയുകയാണെങ്കിൽ നിരവധി ചാനലുകളുണ്ട്. ഒരു മലയാള ന്യൂസ് ചാനലിൻ്റെ ഏത് രീതിക്കാണ് എന്ന് വെച്ചാൽ 24 മണിക്കൂറും ഏത് രീതിക്കാണ് ന്യൂസ് ചാനൽ എന്ന് തെളിയിക്കപ്പെട്ട മലയാളത്തിൽ ന്യൂസിൻ്റെ ഗതി തന്നെ മാറ്റിവിട്ടത് ഇന്ത്യ വിഷൻ ചാനലായിരുന്നു. MK മുനീർ ചെയർമാനായി നികേഷ് കുമാർ ചീഫ് എഡിറ്ററായ ചാനൽ 24 മണിക്കൂർ ന്യൂസ് ചാനൽ എന്ന നിലയിലേക്ക് വരുന്നത്. ന്യൂസ് എന്താണെന്ന് അതിൻ്റെ രീതിയിൽ ഗതിമാറ്റിവിട്ട ഒരു ചാനലാണ് ഇന്ത്യ വിഷൻ. ആ ഇന്ത്യ വിഷനിൽ ഉൾപ്പെടെ ജോലി ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ആ ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്നത്തെ ഏറ്റവും ടോപ്പിലുള്ള പല ചാനലുകളിലെയും വാർത്താ വായനക്കാരായും മറ്റ് സാങ്കേതിക വിദഗ്ധരായും ക്യാമറ ടീമായും എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. കാരണം ഇവരെല്ലാം പഠിച്ചിറങ്ങിയത് ഇന്ത്യ വിഷൻ എന്ന ചാനലാണ്. ഒരിക്കലും ഇന്ത്യ വിഷൻ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. നമ്മുടെയൊക്കെ ഗുരുവാണ് ഇന്ത്യ വിഷൻ. നമ്മളെല്ലാം പഠിച്ചെടുത്തത് ഇന്ത്യ വിഷനിൽ നിന്നാണ്. ആ ഇന്ത്യ വിഷൻ്റെ കൂടെ യാത്ര ചെയ്ത നിരവധി ആളുകളാണ് ഇപ്പോൾ 24x7 എന്ന ന്യൂസ് മലയാളത്തിൽ ജോലിക്കെത്തിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള, ഞാനൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങുമ്പോൾ എനിക്കൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്ന MB ബഷീറാണ് ചീഫ് എഡിറ്ററായി ജോലി ചെയ്യുന്നത്. അതോടൊപ്പം നിരവധി ആളുകൾ, ഇവരെല്ലാം ഇന്ത്യ വിഷനിലൂടെ വന്നവരാണ് കൂടുതൽ ആളുകളും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട നിരവധി ആളുകളും ഈ ചാനൽ ജോലിക്കെത്തിയിട്ടുണ്ട്. ന്യൂസ് റീഡിങ്ങിനായും അതോടൊപ്പം തന്നെ റിപ്പോർട്ടിങ്ങിനായും പുതിയ ആളുകളും എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം കഴിവ് തെളിയിക്കേണ്ടത് ഏറ്റവും പ്രാധാന്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ വലിയ മത്സരമാണ് ന്യൂസ് ചാനൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിലുള്ള ന്യൂസ് ചാനലിൻ്റെ എണ്ണം തന്നെ ഞാനൊന്ന് പറയാം. 9 ന്യൂസ് ചാനലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ചാനലോട് കൂടി 10 ന്യൂസ് ചാനൽ. ഇതിൻ്റെ പേര് തന്നെ നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട്, അതോടൊപ്പം തന്നെ മനോരമ ന്യൂസ് ഉണ്ട്, മാതൃഭൂമി ന്യൂസ് ഉണ്ട്, റിപ്പോർട്ടർ TV ഉണ്ട്, 24 ന്യൂസ് ഉണ്ട്, മീഡിയ 1, ന്യൂസ് 18, കൈരളി, ജനൻ TV. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം 24x7 എത്തിയിരിക്കുന്നത്. ഇത്രയും ന്യൂസ് ചാനലുകളാണ് ഇപ്പോൾ മലയാളത്തിലുള്ളത്. അതുകൂടാതെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ വേറെയും. ആ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ ഫുൾ ടൈമില്ല, ചില ന്യൂസുകളുള്ള അമൃത പോലെയുള്ള ചാനലുകളുണ്ട്. നമുക്കറിയാം, ഈ ന്യൂസ് ചാനലിൽ ഒരു വിശ്വാസത പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്ന കാലഘട്ടവും ഇപ്പോൾ അത് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. സത്യം എവിടെ കണ്ടാലും അത് നേരിട്ട് വിശ്വസിക്കുന്ന മലയാളികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ 24x7 എന്ന ന്യൂസ് ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളാണുള്ളത്. തമിഴ്നാട്ടിലാണ് ഈ ചാനലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ സംസാര വിഷയവും വലിയ രീതിയിൽ പ്രേക്ഷകരുമുള്ള ഒരു ചാനലാണ് 24x7. ആ തമിഴ്നാട് ചാനൽ മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ന്യൂസ് മലയാളം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ചാനലിൻ്റെ ഉടമസ്ഥാവകാശമുള്ളത്. ചാനലിൻ്റെ ഉടമകളായി ഷകിലൻ പത്മനാഭൻ, അതോടൊപ്പം തന്നെ അബൂബക്കർ സിദ്ദീഖ് മേഞ്ചേരി എന്നിവരാണ് കമ്പനിയുടെ ഡയറക്ടർമാർ. ഇവരാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഇതിൻ്റെ CEO ആയി നമുക്കറിയാം, മംഗളത്തിൽ ദീർഘകാലം ജോലി ചെയ്ത വ്യക്തിയാണ് അജിത്ത്. അദ്ദേഹമാണ് ഇതിൻ്റെ CEO ആയി വർക്ക് ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ ചാനലിൻ്റെ തുടക്കം മുതൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരെ ഇവിടെ എത്തിക്കാനും ഇതിനുവേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത അജിത്താണ്. അദ്ദേഹമാണ് ഇതിൻ്റെ CEO ആയി വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം നമുക്കറിയാവുന്ന, എനിക്കൊക്കെ പേഴ്സണൽ അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് മറ്റ് പ്രതിനിധികളായി ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പേര് ഞാൻ പറയാം. TM ഹർഷൻ, സനീഷ് എന്നിവർ ന്യൂസ് ഡയറക്ടർമാരായി, അനൂപ് പരമേശ്വരൻ, ലക്ഷ്മി പത്മ, AU രഞ്ജിത്ത്, VS സനോജ്, മഹേഷ് ചന്ദ്രൻ, ഫൗസിയ മുസ്തഫ തുടങ്ങിയവർ മറ്റ് പ്രധാന ചുമതലകൾ കൂടിയാണ് ഇവിടെ ഉള്ളത്. ഇവർക്കാണ് മറ്റ് പ്രധാന ചുമതലകൾ, ഡെസ്കിലുള്ള ചുമതലകളെല്ലാം അവർക്കാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഡെസ്കിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്താ പ്രാധാന്യം എന്താണെന്നറിഞ്ഞ് വാർത്തകൾ കൃത്യമായി നൽകാൻ ഇവർക്ക് കഴിയുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ കണ്ടു തന്നെ തീരുമാനിക്കണം. പലവട്ടം നമ്മൾ വാർത്തകൾ മാറ്റി വെച്ച് നമ്മൾ പോകുമ്പോൾ സത്യങ്ങൾ ഉള്ള വാർത്താ ചാനലുകൾ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ തേടിപ്പോകുന്ന മലയാളികളാണ്. അവർക്ക് ഈ പുതിയ ന്യൂസ് ചാനലിൽ കൃത്യമായ വാർത്തകൾ എത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇന്ന് 11:30 ശേഷം ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നു. വലിയ രീതിയിലുള്ള ലോഞ്ചിങ് ഒന്നും ആയിരുന്നില്ല. വളരെ ലളിതമായി ഒരു ലോഞ്ചിങ്. തിരുവനന്തപുരത്ത് നിന്നും സ്റ്റേഡിയത്തിൽ നിന്നും ഒരു ആങ്കർ, ഒരു ന്യൂസ് റീഡർ ഈ ചാനലിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. അവിടെ നിന്നും ഒരു യാത്ര, പിന്നീട് മുഖ്യമന്ത്രിയുടെ ആശംസ, അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആശംസ,
പ്രതിപക്ഷ നേതാവിൻ്റെ ആശംസ. അതിനുശേഷം അവർ കൊണ്ടുവന്ന ദാനവുമായി അവയവ മാറ്റിവെക്കൽ വലിയ വാർത്തയുമായാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വാർത്തകൾ വന്നിരുന്നു. ഒരാളെ പിടികൂടുകയും ചെയ്തു, എയർപോർട്ടിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. ഇവർ 3 മാസമായി ഇതിൻ്റെ പിന്നിലായിരുന്നു എന്നാണ് 24/7 വാദം. ആ വാർത്തയാണ് ഇവർ ആദ്യം ബ്രേക്ക് ചെയ്തുകൊണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഇനിയുള്ള യാത്ര ഏതൊക്കെ രീതിയിലായിരിക്കും, എന്തൊക്കെ വാർത്തകളുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. മലയാളികൾക്ക് പുതിയൊരു ന്യൂസ് ചാനൽ പരിചയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചാനൽ എത്തിയിരിക്കുന്നു. ഇനി സത്യം പറയട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. അത് സത്യമായി മുന്നേറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.